ദിവീ ശരണം അമ്മേ ബാലാദിത്യനിഭാനനാം ത്രിനയനാം ബാലേന്ദുനാ ഭൂഷിതാം നീലാകാരസുകേശിനീം സുലളിതാം നിത്യാന്നദാനപ്രദാം ശംഖം ചക്രവരാഭയം ജദധീം സാരസ്വതാർത്ഥപ്രദാം താം ബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവത നവമസ്കന്ധത്തിലെ 44-ാമത്തെ അധ്യായം സ്വധാ ദേവി ഉപാഖ്യാനമാണെന്ന് ഇന്നലെ മുതൽ അവലോകനം ചെയ്യുന്നത്. ആ സ്വധാദേവിയെ പറ്റിയുള്ള നാരദന് അറിയേണ്ട കാര്യങ്ങളെ അവിടെ ചുരുക്കി പറഞ്ഞുകൊടുത്തു നാരായണ മഹർഷി. അപ്പോഴാണ് നാരദൻ ചോദിക്കുന്നത്, സ്വധാ പൂജാവിധാനം ച ധ്യാനം സ്തോത്രം മഹാമുനെ ശ്രോതുമിച്ഛാമി യത്നേന വദവേദവിദാം വദ. അപ്പോ ആ സ്വധാദേവിയെ പൂജിക്കേണ്ട വിധികള്, ധ്യാനം, സ്തോത്രം, ഇതെല്ലാം എങ്ങനെയാണ് എന്ന് ഒന്ന് ദീർഘമായിട്ട് പറഞ്ഞു തരണം എന്ന് ചോദിക്കണു നാരദരെ. അപ്പോൾ സർവമംഗളപ്രദായ വേദോക്തവുമായ ധ്യാനം, സ്തവം എല്ലാം അങ്ങക്ക് അറിവുള്ളതാണ്. പിന്നെന്തിനാ ഇതൊക്കെ ചോദിക്കണത്? അറിവ് കൂട്ടാനായിട്ടാണോ എന്നാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് നാരായണ മഹർഷി നാരദനോട്. അശ്വിനി മാസത്തില് വരുന്നതായിട്ടുള്ള കറുത്ത പക്ഷം ത്രയോദശിയിലെ മകം നക്ഷത്രത്തില് ശ്രാദ്ധ ദിവസമോ സ്വധാദേവിയെ പൂജിച്ചിട്ട് പിന്നെ ശ്രാദ്ധം നടത്തണം എന്നാണ് പറയണത്. സ്വതയെ പൂജിക്കാതെ ശ്രാദ്ധം നടത്തുന്ന ബ്രാഹ്മണന്റെ ശ്രാദ്ധവും തർപ്പണവും സഫലമാവില്ല. ബ്രഹ്മാവിന്റെ മാനസപുത്രിയും സദാ യൗവന സമ്പന്നയും പിതൃക്കൾക്കും ദേവന്മാർക്കും സംപൂജ്യം ഫലപ്രദ എല്ലാം ആയിട്ടുള്ള ദേവിയെ ഞാൻ ഭജിക്കണു എന്ന് ധ്യാനിച്ച് ശിലയിലോ അല്ലെങ്കിൽ മംഗളമായിട്ടുള്ള ഘടത്തിലോ, ഘടം എന്ന് പറഞ്ഞാൽ കുടം അല്ലെങ്കിൽ കലശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൂലമന്ത്രം കൊണ്ട് വിധിയമ്മണ്ണം ആ വേദത്തിൽ വിധിച്ചതനുസരിച്ച് സ്വധാദേവിയെ പൂജിക്കണം എന്നാണ് പറയണത്. ഓം ഹ്രീം ശ്രീം ക്ലീം സ്വധാദേവ്യൈ സ്വാഹ. ഇതാണ് ദേവിയുടെ മൂലമന്ത്രം. ഇത് ഉച്ചരിച്ചുകൊണ്ട് ആ ദേവിയെ പൂജിച്ച് ബ്രാഹ്മണരെ സ്തുതിക്കുകയും പ്രണമിക്കുകയും ചെയ്യണം. ഇനി സ്തോത്രം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോളൂ. സകല ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നതിന് പണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ചതാണ് ഈ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് കുറച്ച് ശ്ലോകങ്ങളായിട്ട് ആ സ്വധാദേവിയെ സ്തുതിക്കേണ്ടതായിട്ടുള്ള സ്തോത്രങ്ങളെയാണ് അവിടെ നാരായണ ഋഷി നാരദന് ഉപദേശിക്കുന്നത്. 27-ാമത്തെ ശ്ലോകം മുതൽ 44-ാമത്തെ അധ്യായത്തിൽ ഇത് തുടങ്ങുന്നുണ്ട്. സ്വധോച്ചാരണമാത്രേണ തീർത്ഥസ്നാഹി ഭവേന്നര മുച്ചതേ സർവപാപേഭ്യോ വാജപേയ ഫലം ലഭേത്. അതിന്റെ ഗുണങ്ങളെയാണ് ആദ്യം പറയണത്. അതായത് ഈ മൂലമന്ത്രം ഉച്ചരിച്ച് സ്വധാദേവിയെ സ്തുതിച്ചാൽ തീർത്ഥസ്നാനം ചെയ്ത ഫലമുണ്ടാകും, സർവപാപങ്ങളിൽ നിന്നും മുക്തനാകും, വാജപേയ യജ്ഞം നടത്തിയാലുള്ള ഫലം ലഭിക്കും. സ്വധാ 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 എന്ന് 3 പ്രാവശ്യം ജപിച്ചാൽ ശ്രാദ്ധം, ബലി, തർപ്പണം എന്നിവ ചെയ്താലുള്ള ഫലം ലഭിക്കുന്നൊക്കെയാണ് പറയണത്. ശ്രാദ്ധ സമയത്ത് ഏകാഗ്രതയോടുകൂടിയിട്ട് സ്വധാസ്തോത്രം ചെല്ലുന്നവർക്ക് സമ്പൂർണ്ണ ഫലം അത് നേടിക്കൊടുക്കും എന്നൊക്കെ അവിടെ ആ സ്വധാദേവിയുടെ ഈ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് സ്തുതിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളെയെല്ലാം അവിടെ ദീർഘമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിതൃക്കൾ അവളെയും കൂട്ടി സന്തുഷ്ടരായിട്ട് തങ്ങളുടെ ലോകത്തിലേക്ക് പോയി. ഈ സ്വധാസ്തോത്രം പാവനമാണ്. ശ്രദ്ധയോടെ കേൾക്കുന്നവരെ സർവ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത്
ഫലം അവർക്ക് കിട്ടും, ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും, പിതൃക്കളുടെ അനുഗ്രഹം എല്ലാം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് 44-ാമത്തെ ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ പിതൃദോഷം ഒക്കെയുള്ളവര് ഇത് ജപിക്കാം. അച്ഛൻ്റെ, അമ്മയുടെ, മുത്തശ്ശൻ, മുത്തശ്ശി മുതലായിട്ടുള്ളവരുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ആണ്ട് ദിവസം വരുന്ന ദിവസം നമുക്ക് ഇത് ജപിക്കാം. കർക്കടക വാവ് ദിവസം, അതേമാതിരി എല്ലാ മാസവും വരുന്നതായിട്ടുള്ള സംക്രാന്തി ദിവസങ്ങളിൽ ഇത് ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് തുലാസംക്രമണം, പിന്നെ നമ്മുടെ വിഷു, മേഷ രവി സംക്രമണം, മകരസംക്രമണം ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്തൊക്കെ ഈ സ്വധാദേവിയുടെ ഈ സ്തുതി ജപിക്കുന്നത് വളരെ 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 നമുക്ക് ഗുണം തരുന്നതാണ്. പിതൃദോഷങ്ങളെല്ലാം മാറുന്നതാണ്, പിതൃക്കളെല്ലാം തൃപ്തിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ മുതൽ അടുത്ത ദേവിയുടെ മറ്റൊരു അംശ അവതാരത്തിന്റെ കഥയെ ശ്രവിക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീ മഹാദേവ്യൈ നമഃ.